സ്വാമി സൂര്യ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ലളിതാ സഹസ്രനാമം നമ്മളുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ 7 ചക്രങ്ങളെക്കുറിച്ച് ലളിതാ സഹസ്രനാമത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു, ഇതിനെ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ മൂലാധാര ചക്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അടുത്ത ചക്രം അതാണല്ലോ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ സ്വാധിഷ്ഠാന ചക്രത്തെക്കുറിച്ച് ലളിതാ സഹസ്രനാമത്തിൽ എങ്ങനെ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പറയാം. ചില നാമങ്ങൾ മാത്രം അതിൽ. സ്വാധിഷ്ഠാനാംബുജഗദ, ചതുർവക്ത്ര മനോഹര, ശൂലാധ്യായുധ സമ്പന്ന, പീതവർണ്ണ, അതിഗർവിത, മേധോനിഷ്ഠ മധുപ്രീത, ബന്ധിന്യാദി സമന്വിത, ദഗ്ധന്നാസക്തഹൃദയ, കാഹിനി രൂപധാരിണി. ഈ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഉള്ള ദേവി സാന്നിധ്യം കാഗിനി ദേവിയാണ്. മൂലാധാരത്തിൽ സ്വാഗിനി ദേവി, ഇവിടെ കാഗിനി ദേവി. അപ്പോൾ ഇതും എല്ലാവരും ഹൃദിസ്ഥമാക്കുക. ഓരോ ദിവസം ഓരോ ചക്രത്തിലെ നാമങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അതും പലതവണ റിപ്പീറ്റ് ചെയ്ത് പറയുക, ഒരിക്കലല്ല. ഒരു മിനിമം 6, 9, 12 പ്രാവശ്യം ഈ കുറച്ച് നാമങ്ങളെ ആവർത്തിച്ച് പറഞ്ഞാൽ നമുക്ക് ദേവിയുടെ അനുഗ്രഹം സുലഭമായി ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമായി ദീർഘായുസ്സായി ജീവിക്കുവാൻ വേണ്ട 4-5 കാര്യങ്ങൾ പറയാം. ഒന്ന്, വ്യായാമം, അതായത് പതഞ്ജലിയുടെ യോഗ, ഹഠയോഗ, അത് ചെയ്യണം ദിവസം. പിന്നെ നാമജപം, ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ. പിന്നെ മുദ്രയെക്കുറിച്ച് നമ്മളുടെ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 50 മുദ്രകളുണ്ട്. ആ 50 മുദ്രകളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിൽ ഓരോ വീഡിയോയിൽ 1-2 മുദ്രകളെക്കുറിച്ച് പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഈ ചക്രങ്ങൾ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ മുദ്രകൾ വെച്ചുകൊണ്ട് നാമജപം ചെയ്യുക, മുദ്രകൾ വെച്ചുകൊണ്ട് ധ്യാനം ചെയ്യുക, പിന്നെ യോഗാഭ്യാസം ചെയ്യുക, പ്രധാനമായി പ്രാണായാമം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമായി ദീർഘായുസ്സോടുകൂടി സുഖമായി ജീവിക്കാൻ സാധിക്കും. മരുന്നുകളുടെ സഹായമില്ലാതെ, ഡോക്ടർമാരുടെ സഹായമില്ലാതെ. അപ്പോൾ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയുള്ളൂ ഇതിൻ്റെ എത്ര പ്രാധാന്യമുണ്ടെന്ന്. മുദ്രകളും എല്ലാ ഞായറാഴ്ചയും 6 മുതൽ 6:20 വരെ ഞങ്ങളുടെ യൂട്യൂബ്, അതായത് മെഡിറ്റേഷൻ പ്രോഗ്രാമുണ്ട്. 6 മുതൽ 6:20 വരെ ഗൂഗിൾ മീറ്റിലൂടെ. അതിൽ മുദ്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരാഴ്ച 20 മിനിറ്റ് നേരം ഒരു മുദ്രയെക്കുറിച്ച് പറഞ്ഞ് ലളിതാ സഹസ്രനാമത്തിലെ ചില വരികളെ അവിടെ പറഞ്ഞുകൊണ്ട് ധ്യാനം ചെയ്യിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതിൽ ചേരാം. മുദ്രകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. മുദ്രകൾ ചെയ്താൽ എന്താ പ്രയോജനം ചോദിച്ചാൽ നമുക്ക് ദീർഘായുസ് ഉണ്ടാകും, ആരോഗ്യമുണ്ടാകും, നമ്മളുടെ ബുദ്ധിശക്തി വളരും. അതാണ് പ്രധാനമായിട്ടുള്ളത്. നല്ല മെമ്മറി പവർ, ഗ്രാസ്പിംഗ് പവർ, ഇതെല്ലാം നമുക്ക് ലഭിക്കും. എല്ലാം ശ്രമിച്ചു നോക്കുക. ജീവിതത്തിൽ നമ്മൾ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കണം. അതിന് ഈ ലളിതാ സഹസ്രനാമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്തുടർന്നാൽ, വെറുതെ പാരായണം ചെയ്താൽ പോരാ, അതിലെ അർത്ഥങ്ങളെ മനസ്സിലാക്കി ഗ്രഹിച്ച് ആ രീതിയിൽ നമ്മുടെ ജീവിതശൈലിയെ മാറ്റണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുമിത്രാളുകൾക്ക് ഷെയർ ചെയ്യുക. ഇതിൽ പറഞ്ഞ മാതിരി നിങ്ങളുടെ ജീവിതശൈലിയെ മാറ്റുവാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.